അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു ഭയം തന്നു പരീക്ഷിക്കും. അല്ലാഹു തന്റെ അടിമകൾക്ക് ഭയം കൊടുത്തിട്ട് പരീക്ഷിക്കും. ഫലസ്തീനിലേക്ക് നോക്ക്, എന്തെല്ലാം ചെയ്തിട്ടും വല്ല മാറ്റം ഉണ്ടോ ചങ്ങാതിമാർക്ക്? അവിടത്തെ കുട്ടികളൊക്കെ കണ്ടില്ലേ, ഇപ്പം അങ്ങ് ഒറ്റ 24 മണിക്കൂർ കൊണ്ട് ഈ നാട് ഒന്നുമില്ലാതാക്കൂന്ന് പറഞ്ഞിട്ട് മാസം കുറെ ആയില്ലേ ചങ്ങാതി. അള്ളാഹു മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണോ ഈമാൻ ഉറച്ചുള്ള ഭയം കിട്ട്. അല്ല പറഞ്ഞു, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ കൊല്ലൂന്ന് പറയും, നിന്നെ നാട് കടത്തൂന്ന് പറയും, നിന്നെ പലതും ചെയ്യൂന്ന് പറയും. നീ അപ്പോഴും പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും നീ പറയണം. അതാണ് അള്ളാഹു നമ്മളെ പല രീതിയിലും ഭയപ്പെടുത്തും. കൊല്ലും, കരിക്കും, പൊരിക്കും, വറുക്കും. എന്നാ പറഞ്ഞാലും നീ അനങ്ങരുത്. ആ പരീക്ഷണമാണ് വരാൻ പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് ആരെയാ? നിന്നെ എന്നെയാണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിക്കണുണ്ടോ? ബോറടിക്കണുണ്ടോ? ഈ വിഷയം പറയുമ്പോ അങ്ങനെ നമുക്കിപ്പോ ഇതല്ലേ പറയാൻ പറ്റൂ, ഖുർആൻ ഹദീസിലേ പറയാൻ പറ്റൂ. ബോറടിക്കണുണ്ടെങ്കിൽ പറഞ്ഞേക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നബിതങ്ങളെ അല്ലേ അള്ളാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്? നിങ്ങൾ നോക്കിക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞില്ലേ? നബിതങ്ങളെ വീടിന് ഹിജ്റയ്ക്ക് പോകാൻ തയ്യാറായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിട്ട് കാത്തു നിൽക്ക. ഇറങ്ങി അപ്പൊ കൊന്നേക്കണം. ആരുടെ കൈ കിട്ടുന്നോ ആർക്ക് വേണമെങ്കിലും കൊല്ലാം. കൊല്ലുന്നവന് സമ്മാനം പ്രഖ്യാപിച്ചു. ഉരി പിടിച്ച വാളുമായിട്ട് നബിതങ്ങളുടെ വീട് വളഞ്ഞിട്ട് ശത്രുക്കൾ നിൽക്കുകയാണ്. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീടിനകത്ത് അലിയാര് തങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് നബിതങ്ങൾ ഇറങ്ങാൻ സമയമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നബിതങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീനിൽ എപ്പോഴും ഓതുന്ന ഒരായത്താ ഞാനും നിങ്ങളും. നബിയേ, ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ഈ ആയത്ത് ഓതി ആ മണ്ണിൽ ഊതിയിട്ട് വാതില് തുറന്ന് 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോക്കോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട് മുഴുവനും വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ആ ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് നബിതങ്ങൾ ഇറങ്ങിപ്പോയില്ലേ? AK-47 കൊണ്ടൊന്നും അല്ലല്ലോ പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഒരു മുസ്ലിമിന്റെ കാൽ ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണ് മതി നമുക്ക് രക്ഷപ്പെടാൻ. അതും ചില സമയത്ത് അങ്ങനെ. ബദറിന്റെ രണാങ്കണത്തിൽ പോകുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, അത്ര നബിയെ, ഒന്നുമില്ല നബിയെ, വാളുമില്ല, പരിചയമില്ല, കുന്തമില്ല, ഒന്നുമില്ല. താഴെ കടന്ന മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാൻ. ഈത്തപ്പഴ മരത്തിന്റെ മടലുണ്ടല്ലോ, അതെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ. അത് മതിയായിരുന്നടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവര്, ചരിത്രം പഠിച്ചില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ മടിത്തട്ടില് നബിതങ്ങൾ കിടന്നുറങ്ങുമ്പോ അബൂബക്കർ തങ്ങൾ കൈകാലി വിറക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ, ദാ നിൽക്കുന്ന നബിയെ ശത്രു. ഗുഹയുടെ മുകളിൽ പ്രാന്ത് പിടിച്ചതുപോലെ വന്നിരിക്കുക. നബി അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് അടിക്കുന്നുണ്ട്. ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും കാണും. കൊന്നുകളയും നബിയെ. നബിതങ്ങൾ ചിരിച്ചടോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. എന്തേ നബിയെ ചിരിക്കണേ? അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള ഞാനും നിങ്ങളും പഠിക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബക്കർ തങ്ങളോട് മാത്രമല്ല പറഞ്ഞേ, എന്നോട് നിങ്ങളോടും പറഞ്ഞേ. എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ല നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ആരുണ്ട്? ഉറക്കപ്പറ, ആരുണ്ട്? അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണോ? നിങ്ങൾ ചോദിക്കണേ, എന്തേ ഉസ്താദെ 400 357 എല്ലാം അവരുടെ കയ്യിലാണെന്നല്ലേ? ഈ മൊത്തം അവരെടുക്കട്ടെ. ഈ മൊത്തം MP സ്ഥാനവും എന്തും അവർ മൊത്തം പിടിക്കട്ടെ. ഭൂരിപക്ഷമായി ഇല്ലേ? ബദറിൽ ഭൂരിപക്ഷമാണോ ജയിച്ചേ?
ഉഹദിൽ ഭൂരിപക്ഷമാണോ ജയിച്ച? ചരിത്രം എന്തേ പഠിക്കാത്ത? നിങ്ങൾ കഅബാലയം എല്ലാവരും ഹജ്ജിന് പോകുന്ന മാസമാ. അള്ളാഹു ഈ വർഷം ഹജ്ജിന് പോയ എല്ലാവരുടെയും അള്ളാഹു അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ കഅബാലയം നിങ്ങൾ ഒരു സൂറത്ത് ഓതാറില്ലേ മരിബിൻ ഉസ്താദ്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. ഈ സൂറത്ത് ഓതാറില്ലേ? ഇതിന്റെ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെന്ന് പറയുന്ന മൃഗവുമായിട്ട് അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി മക്കത്തുള്ള കഅബാലയം പൊളിക്കാൻ വന്നു. കാരണം മക്കക്കാരുടെ കയ്യിൽ ആനയില്ല. ആന എന്ന് പറയുന്ന ജീവിയുമായി അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി അള്ളാഹുടെ കഅബാലയം പൊളിക്കാൻ വന്നപ്പോ അള്ളാഹ് എന്താ ചെയ്തേ? ആ ചെറിയ കിളിയുണ്ടല്ലോ, കുരുവി, ആ ചെറിയ കിളി, ആ കിളിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞില്ലേ? അല്ലാഹ് പറഞ്ഞില്ലേ പശുവ് പുല്ല് തിന്നിട്ട് ബാക്കി വന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭൂരിപക്ഷത്തിലൊന്നും കാര്യമില്ല ചങ്ങാതി. അള്ളാഹ് എപ്പോഴാണെന്നറിയില്ല, അള്ളാഹുടെ സഹായം എങ്ങനെയാ വരണേന്നറിയില്ല. നമുക്കറിയാം ഫിറഔനിന്, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ ആളാ ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. പരിശുദ്ധ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഉമർ സത്യം ചെയ്തു, ഞാൻ മുഹമ്മദിന്റെ തലയുമായിട്ട് ഇനി തിരിച്ചു വരുമെന്ന്. ഉമർ ഒരു വാക്ക് പറഞ്ഞ പിന്നെ വാക്കാ. ആ ഉമറാണ് നബിതങ്ങളെ കൊല്ലാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നത്. എങ്ങനാ? നബിതങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് കഅബയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഈ ഉമറാണ് നബിതങ്ങളുടെ കൈ പിടിച്ചിട്ട് കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയാ, വിളിച്ചു പറ നബിയെ അള്ളാഹിനെ കുറിച്ച്, ആരാ തടയുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ ഇവനല്ലേ, ഈ ഉമറല്ലേ, ഈ ഖത്താബിന്റെ മകൻ ഉമറാ നബി തങ്ങളുടെ തലവെട്ടാൻ പോയത്. ആ ഉമറാ നബി തങ്ങളുടെ കൈ പിടിച്ച് കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നത്, അള്ളാഹിനെ കുറിച്ച് വിളിച്ചു പറ, ആരാ തടയുന്നതെന്ന് ഞാൻ നോക്കട്ടെ. എടോ, അള്ളാഹ് എങ്ങനാ സഹായിക്കണേന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ലാ തഹസൻ ഇന്നല്ലാഹ മഅന. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഭയപ്പെടണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടോ? ചോദ്യം ഉണ്ടോ? ഇല്ലടോ. ഉണ്ടോ? എന്തേ ഉണ്ടോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, അള്ളാഹ് കൂടെയുണ്ടോ? നമ്മളാകെ സഹായിക്കേണ്ടത് അള്ളയായിരുന്നു. ആ അള്ളാനെ വരെ ഞാനും നിങ്ങളും വെറുപ്പിച്ചു വെച്ചിരിക്കുക, പിന്നെ എങ്ങനെ സഹായിക്കാം? എന്തേ അള്ളാഹ് നമ്മളെ സഹായിക്കാത്ത? എന്തേ ഉസ്താദേ നമ്മളൊക്കെ തലകുത്തി കിടന്നിട്ട് ദുആ ചെയ്തിട്ടും സഹായം വരാത്ത? എങ്ങനെ സഹായിക്കാനാ? അള്ളാഹ് പറയുന്നത് വല്ലോ നീ അനുസരിക്കുന്നുണ്ടോ? അള്ളാഹ് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാനോ നിങ്ങളോ അനുസരിക്കുന്നുണ്ടോ? എടോ, നമ്മളെപ്പോലെ അഹങ്കാരമുള്ള വേറെ ഏതെങ്കിലും ഒരു ജനത ലോകത്തുണ്ടോ? ഉപദേശം, വഅള് ജനിച്ചപ്പോഴേ ബാങ്ക് വെക്കാമത്തും, ഓർമ്മ വെച്ച കാലം മുതൽ വഅളും നസീഹത്തും മജ്ലിസുൻ നൂറും ഹത്തവും ആണ്ടും നേർച്ചയും. വഅള് കേട്ടിട്ട് തലതിരിഞ്ഞു പോയ അവസ്ഥയാണ് നമ്മളിപ്പോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഒറ്റ വഅള് കേട്ടിട്ട് നന്നായ പെണ്ണിന്റെ ചരിത്രം ഖുർആൻ പറയുന്നു. ആസിയ ബീവി ഒറ്റ വഅള് കേട്ടുള്ളൂ. ഈ ഇരിക്കണ പെണ്ണുങ്ങളോ രാവും പകലും വഅളാണ്. ഓൺലൈനിലൂടെ രാവും പകലും. ഞാൻ കോഴിക്കോട് ഭാഗത്ത് ഒരു വയലിന് പോയപ്പോ ഒരു വാപ്പ എന്നോട് ചോദിച്ചു, നിങ്ങളാ പ്രസംഗിക്കണ ആളല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, അയാളൊരു കഥ പറഞ്ഞു എനിക്ക്. അദ്ദേഹം രാവിലെ 5 മണിക്ക് എങ്ങാണ്ട് എഴുന്നേറ്റ് 4:30 എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോയി. പെങ്ങന്മാര് വെക്കാൻ പറയാട്ടാ. ആ വാപ്പ രാവിലെ പള്ളിയിൽ പോയി സുബഹിയൊക്കെ നിസ്കരിച്ച് ഇത്തിരി ദിക്റും ദുആ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. നടന്ന സാധു വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇത്തിരി ചായ തരാൻ. ഓള് പറയാ, ഞാൻ മജ്ലിസിലാ, കുറച്ച് കഴിയട്ടെ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, നേരം വെളുത്തപ്പോ 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിച്ച് നടന്ന് വീട്ടിൽ വന്ന് തന്റെ ഭർത്താവ് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോൾ ഓൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? പറയടോ, എന്തുകൊണ്ടിരിക്കുക? ഞാൻ മജ്ലിസിലിരിക്കാന്ന്. അത് ഏത് മജ്ലിസാന്ന് എനിക്ക് തിരിയാത്ത? സ്വന്തം ഭർത്താവിന് ആ മജ്ലിസ് കേട്ടില്ല എന്ന് പറഞ്ഞ് നീ നരകത്തിൽ പോകില്ല. ഈ ഭർത്താവിന്റെ പൊരുത്തില്ലാതെ നിനക്ക് പോകാൻ കഴിയില്ല പെങ്ങളെ.
അത് അങ്ങനൊന്നും വഴുത് കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും ആരും വഴുതും കേൾക്കരുത്. ഇത് എന്റെ വഴുതാണെങ്കിലും ഒട്ടും കേൾക്കരുത്. അങ്ങനെയൊന്നും കേൾക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഫർദയും ഇട്ട് ഹിജാബ് ഇട്ട് അനുസരണയോടെ അദബ് മര്യാദയോടുകൂടി നിങ്ങൾ ഇവിടെ ഇരുന്ന് വഴുത് കേൾക്കുന്നു. എന്നാൽ നിങ്ങൾ രാവിലെ നാളെ മുതൽ ഇപ്പൊ സ്കൂളും കൂടെ തുറക്കാൻ തുടങ്ങി, ഈ പണ്ടാരം ഫോൺ അങ്ങോട്ട് ഓണാക്കി അങ്ങോട്ട് വെക്കും, ഉസ്താദ് ലൈവി തുടങ്ങും, നീ കറി വെക്കും, ചോറ് വെക്കും, ഓടിച്ചാടി നടക്കും, തലയിൽ പോണും തുണിയിടൂല. അങ്ങനെ വഴുത് വെക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജോലി എല്ലാം കഴിഞ്ഞ് പാട്ടല്ല വഴുത്, പാട്ട് കേൾക്കുന്നത് പോലെ വഴുത് കേൾക്കരുത്. അത് അനുസരണയോടെ അതിന്റെ അദബും മര്യാദയോടുകൂടി നീ നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അതെടുത്തു വെച്ച് കേക്ക്. അത് നല്ല കാര്യം. നിന്റെ ഭർത്താവിന് വേണ്ടത് കൊടു, നിന്റെ മക്കൾക്ക് വേണ്ടത് കൊടു. അതല്ലാതെ ഒന്നും നോക്കാതെ വഴുത് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. വഴുത് കേട്ടാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഠിക്കുന്ന നന്മ അമല് ചെയ്യണമെന്നാണ്. ചുമ്മാതെ കുറെ അറിവ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, അള്ളാഹുവിനോട് പറയാറുണ്ട്, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല. എന്തിന് പഠിച്ച ഇൽമു കൂടെ പ്രവർത്തിക്കണം. നിങ്ങളൊക്കെ കേട്ട അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെയ്യാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭയം മാറി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും. നമ്മുടെ സർവ്വ കാര്യങ്ങളിലും, നമ്മുടെ പ്രവർത്തനങ്ങൾ സർവ്വതിലും നമുക്ക്. നിങ്ങളൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ ഈ യൂസുഫ് നബി സുലൈഖ എന്ന് പറയുന്ന ഒരു മഹദിയുടെ ചരിത്രം വായിക്കുക. പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സുലൈഖയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കണം. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കെട്ടിയിട്ട് യൂസുഫ് എന്റെ ആഗ്രഹം സാധിപ്പിച്ചതാടാ എന്ന് യാചിച്ചവളാണ് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ. അപ്പൊ പറയും ഉസ്താദ് കയറി പിടിച്ചു എന്നൊക്കെ. എന്നാ അതിനപ്പുറം വേറെ ചെയ്യുന്നുണ്ട് പെങ്ങളെ. ഈ സുലൈഖ അങ്ങനെ കയറി പിടിച്ചെങ്കിലും അത് സമ്മതിച്ചില്ല. യൂസുഫ് നബി അവസാനം ജയിലിലായി, വർഷങ്ങളോളം ജയിലിൽ കിടന്നു, പിന്നെ മോചിതനായി, പിന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ഈ സുലൈഖയെ യൂസുഫ് നബി വിവാഹം കഴിച്ചു. ഈ കേറിപ്പിടിച്ച സുലൈഖയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഖ വലിയ സഹകരണമൊന്നുമില്ല. ഒരു ഭാര്യയും ഭർത്താവും അല്ലേ, വലിയ നല്ലപോലെ സഹകരിക്കുന്നൊന്നുമില്ല. അപ്പൊ യൂസുഫ് നബി സുലൈഖയോട് ചോദിച്ചു, സുലൈഖ, അള്ളാഹു ഹറാമാക്കിയ സമയത്ത് എന്നെ നീ കേറി പിടിച്ചവളാ, ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നിരിക്കുന്നു, നീ എന്തേ എന്റെ അടുക്കല് സഹകരിക്കാത്തത്? സുലൈഖ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫെ, അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. അന്ന് എന്റെ ഹൃദയം മുഴുവനും നിന്നോടുള്ള പ്രേമമായിരുന്നു, പ്രണയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കേറി പിടിച്ചേ. ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല, അള്ളയാ. ഇന്നെന്റെ ഹൃദയം മുഴുവനും അള്ളയാ. ആ അള്ളയായത് കൊണ്ടാണ് പടച്ചവനെ എനിക്ക് നിന്നോട് സഹകരിക്കാൻ കഴിയാതെ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആരാണെന്ന് മനസ്സിലാക്കിയവരാണ് ഈ മഹാന്മാര്. നമ്മളും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കേറിയ പേടി നഷ്ടപ്പെടുകയാണ്, ഭയം നഷ്ടപ്പെടുകയാണ്. രണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം പറയുകയാ, നിരാശയില്ല, അവർക്ക് സങ്കടമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മനസ്സിന്റെ ഉള്ളിനകത്തേക്ക് പടച്ച റബ്ബ് കയറി കഴിഞ്ഞാൽ അവന് സങ്കടമില്ലടോ, അവന് ദുഃഖമില്ലടോ. എന്ത് നഷ്ടപ്പെട്ടാലും അവനൊന്നുമില്ല. പടച്ച റബ്ബ് തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. ഇത്രയുമുള്ള സഹോദരാ, നിരാശ ജീവിതത്തിൽ വരാൻ പാടില്ല. എന്റെ വീട് പോയല്ലോ, എന്റെ കച്ചവടം പോയല്ലോ, എന്റെ കാറ് പോയല്ലോ, എന്റെ സമ്പത്ത് പോയല്ലോ. പടച്ചവരെ, ജീവിതത്തിലെ സങ്കടമില്ലടോ. അല്ലാഹു തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. അതാ പറഞ്ഞത്, ഇന്നാ ലില്ലാഹ്. അല്ലാഹ് പറഞ്ഞല്ലോ,
നിന്നെ പരീക്ഷിക്കുമെന്ന് നിനക്ക് ഭയം തരും സഹോദരാ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു നിന്നെ ഭയപ്പെടുത്തും. വൽജൂഅ്, നിനക്ക് വിശപ്പ് തരും സഹോദരാ. അല്ലാഹു പറയുന്നു വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖസിൻ മിനൽ അംവാൽ വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ അല്ലാഹു എണ്ണി എണ്ണി പറയുകയാ. നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. ശത്രുക്കൾ പറയും നിന്നെ കൊല്ലുമെന്ന്, നീ ഭയക്കാൻ പാടില്ല. അവര് നിന്നെ ഒന്നും ചെയ്യില്ല, നീ ഭയക്കണ്ട, നീ ഉറച്ചു നിൽക്ക്. എന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ വിശപ്പ് തരും, നിനക്ക് ഞാൻ പട്ടിണി തരും, നിനക്ക് ഞാൻ ഞെരുക്കം തരും. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ഞാനോ നിങ്ങളോ അല്ല. 3 വർഷക്കാലം ശൈബ് അബീ താലിബിന്റെ മലഞ്ചരിവിൽ അല്ലാഹുവിന്റെ റസൂലും തന്റെ കുടുംബവും പച്ചില പറിച്ച് കടിച്ചു സഹോദരാ.